നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പുഞ്ചക്കരി പാടത്ത് നീ ഒരു കല്ല് നാട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് സംഭവിക്കുകയും ചെയ്തു. ഈ നാട്ടിൽ നിന്ന് നിനക്ക് പിൻവാങ്ങേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് നടന്നു. ഇനി ഈ കുഞ്ഞിന്റെ കാര്യം എന്നിൽ നിന്ന് ഇവളെ പിഴുതെറിയാനല്ല. ഈ കുഞ്ഞിനെ കുറിച്ച് ഇനിയൊരു വാക്ക് തെറ്റായി സംസാരിച്ചാൽ പോലും നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. എന്തിനെങ്ങനെ മുഖം മൂടിയിരിക്കുന്നേ? എന്നെ മറ്റാരും കാണുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട്. നിങ്ങൾ എന്റെ ഫോട്ടോസ് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യ്. നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നോട് കൽപ്പിക്കാനല്ല, എന്റെ കൽപ്പനകൾ നീ അനുസരിക്കാൻ വേണ്ടിയാ. എന്ത് കൽപ്പന? നീ ആരാ? സ്വന്തം മുഖം പോലും കാണിക്കാതെ എന്നെ ഭീഷണിപ്പെടുത്താൻ നീ ആരാടാ? ജ്യോതി, ഞാൻ പറഞ്ഞൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മറന്നുപോയോ? ജ്യോതിയുടെ വീട്, നിനക്ക് പരിചയമുള്ള ആളുകള്. എന്നെ ഭീഷണിപ്പെടുത്താൻ താ ശ്രമിച്ച. അങ്ങനെ പേടിക്കുന്നവളല്ല ഞാൻ. അങ്ങനെ പേടിക്കുന്നവളായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ തന്റെ മുന്നിലേക്ക് വരില്ലായിരുന്നല്ലോ. ജ്യോതിയുടെ നിലപാടിതാണെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല. ജ്യോതി പൊക്കോ തിരിച്ച്. പക്ഷെ എനിക്ക് സംസാരിക്കാനുണ്ട്. നിന്റെ ഫോൺ എടുക്ക്. നീ എടുത്ത ഫോട്ടോസ് ഇപ്പൊ ഡിലീറ്റ് ചെയ്യണം, എന്റെ മുന്നിൽ വെച്ച്. ഇല്ലെങ്കിൽ കുത്തി കീറും ഞാൻ. എന്റെ മാനത്തിന് വില പറഞ്ഞ് നീ എന്നെ എന്റെ കുടുംബത്തിനെ പേടിപ്പിക്കുന്നോടാ. ഫോൺ എടുക്കടാ. ജ്യോതി വേണ്ട, ഫോൺ എടുക്കാനാ പറഞ്ഞത്. പറഞ്ഞ കേക്ക്. ജ്യോതി, നമ്മൾ തമ്മിലുള്ള കരാറ് നീ ലംഘിച്ചു. എന്നെ കൈകാര്യം ചെയ്യാമെന്ന് നീ വിചാരിച്ചു. നിനക്കിനി മാപ്പില്ല. എന്റെ ഫോട്ടോ ഇനി ലോകം മുഴുവൻ കാണാൻ പോവാ. നീ ഓർത്തു വെച്ചോ, ഈ നിമിഷം മുതൽ നിന്റെ ജീവിതം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ കളിയിൽ ഇതൊക്കെ സാധാരണയാ. പക്ഷെ നീ അംഗം കുറിച്ചോ മോളെ, ഇതെന്റെ പയറ്റാ.
എന്താ ഹരി, കുഞ്ഞു ഉറങ്ങാണോ? കുറച്ചുമുമ്പേ ഞാൻ വീണയെ വിളിച്ചിരുന്നു. ഹരിയാണോ കുഞ്ഞിനെ കുളിപ്പിച്ചത്? അതെ. ഹരിയുടെ ഈ നേച്ചറാ എനിക്കിഷ്ടം. ചെറുതായാലും വലുതായാലും വെല്ലുവിളികളെ നേരിടുക, അതിൽ ജയിക്കണമെന്ന് വാശി പിടിക്കുക, എന്നിട്ട് അത് നടത്തി കാണിക്കുക. കുഞ്ഞിനു വേണ്ടി ഹരി പറഞ്ഞ ഓരോ വാക്കുകളും കുഞ്ഞ് നഷ്ടപ്പെടുന്നായപ്പോ ഹരി കരഞ്ഞ കരച്ചില്, ബെന്നിച്ചനും ആലീസും കുഞ്ഞിനെ തിരികെ തന്നപ്പോ ഹരിയുടെ മുഖത്തുണ്ടായ സന്തോഷം, അവിടെയൊക്കെ ഹരി എന്ന പച്ച മനുഷ്യനാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടായത്. കുഞ്ഞിനെ കിടത്തണം. ഹരി, ഈ കുഞ്ഞിനെ ഹരി ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്ന നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താം. ഹരിയുടെ സംസ്കാരവും എന്റെ സമ്പത്തും കൂടി ആവുമ്പോ ഇതിനേക്കാൾ വലിയൊരു ഗിഫ്റ്റ് ഈ കുഞ്ഞിന് കൊടുക്കാനുണ്ടോ? സോറി, സമ്പന്നതയുടെ ലക്ഷണം നീ കാണിക്കുന്നൊന്നുമല്ല. എന്റെ കുഞ്ഞിനത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതെന്റെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ പ്രസവിച്ച വീണ ഉപേക്ഷിച്ചപ്പോ എന്റെ നെഞ്ചിൽ ഞാൻ ചേർത്ത് പിടിച്ച കുഞ്ഞ്. ഈ കുഞ്ഞിനപ്പുറം എനിക്കൊരു ജീവിതവുമില്ല. ഹരി, സംയുക്ത പ്ലീസ്, സംസാരിക്കാനുള്ളതെല്ലാം നമ്മൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞതാ. വീണ്ടും എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഹരി, മുൻപ് ഹരിയോട് പറയാൻ ഹരിയുടെ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം ഹരിയുടെ നെഞ്ചി കിടക്കുന്ന ഈ കുഞ്ഞുകൂടെയാ. ഹരിയുടെ ജീവിതത്തിൽ നിന്നും ഈ കുഞ്ഞിനെ ഞാൻ പിഴുതെറിഞ്ഞാലോ? ഈ ലോകത്ത് എന്തും ചെയ്യാൻ ശേഷിയുണ്ടെന്ന് ചിന്തിക്കുന്ന ചില വിഡ്ഢികളുണ്ട്. അക്കൂട്ടത്തിൽ ഒരാൾ മാത്രമാ നീ. നീ ഈ നാട്ടിൽ കാലുകുത്തിയതിനു ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്റെ കൂട്ടത്തിലുള്ളവർക്കും അറിയാം, എന്റെ കൂട്ടത്തിലുള്ളവർക്കും അറിയാം. പുഞ്ചക്കരി പാടത്ത് നീ ഒരു കല്ല് നാട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് സംഭവിക്കുകയും ചെയ്തു. ഈ നാട്ടിൽ നിന്ന് നിനക്ക് പിൻവാങ്ങേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അത് നടന്നു. ഇനി ഈ കുഞ്ഞിന്റെ കാര്യം. എന്നിൽ നിന്ന് ഇവളെ പിഴുതെറിയാനല്ല, ഈ കുഞ്ഞിനെക്കുറിച്ച് ഇനിയൊരു വാക്ക് തെറ്റായി സംസാരിച്ചാൽ പോലും നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.